രവികുമാർ ഹിയർ. ആരാ? നിങ്ങൾ ഞെട്ടരുത്. വിവേകബുദ്ധിയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരുത്തന്റെ കാമുകയെ തന്നെ വേണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട്? നിങ്ങളാരാ? ഹിന്ദുവിന്റെ കാമുകൻ തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്. ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കും. സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാനും ഹിന്ദുവും ഒരുമിച്ച് ചെലവിട്ട ആ നിമിഷങ്ങൾ. ആരടാ നീ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറ. എനിക്ക് കേൾക്കണ്ട. വെക്കടാ തെണ്ടി ഫോൺ. കഴുതേ, നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒടിച്ച്. ആരാ സാർ? എന്താ പ്രശ്നം? ആ കോയമ്പത്തൂർ ബ്രാഞ്ചിന്റെ മാനേജരാ. അയാൾക്ക് രണ്ട് കിട്ടേണ്ടതാ. സത്യം പറയട്ടെ, ആ കൊച്ചിനെ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയതേ ഇല്ല. വളരെ സന്തോഷത്തിലാ അവള് ചായ കൊണ്ടുവച്ചതും സംസാരിച്ചതും. അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? ഏതായാലും ഇതിപ്പോഴേ അറിഞ്ഞത് നന്നായി. എന്തറിഞ്ഞെന്ന്? പ്രേമമാണെങ്കിൽ അവൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാലെന്ത്? രവി, എടുത്തുചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നേ ഞാൻ പറയൂ. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഇതങ്ങട് വീശ. എല്ലാം ഒത്തു വന്ന ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയപ്പോ ഇങ്ങനൊരു കുരിശ്. കറക്റ്റ്. ഈ കുരിശ് നീ പേറണ്ട രവി. പക്ഷേ ഒരു ഫോൺ വന്നുകൊണ്ട് മാത്രം ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഹലോ, ഉണ്ട്, കൊടുക്കാം. അച്ഛാ, അച്ഛന് ഫോൺ. ഹലോ, ഗോവിന്ദൻ നായരല്ലേ? ഞാൻ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്താ, മൊയ്തീൻ. നല്ല ഓർമ്മ കാണില്ല. നമ്മൾ 3ാം ക്ലാസ്സിൽ മാത്രമേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. വരനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമാണോ ഈ തീരുമാനം എടുത്തത് എന്നെനിക്ക് സംശയമുണ്ട്. ആ ചെറുപ്പക്കാരനെ എനിക്കറിയാം. അയാളൊരു ക്രോണിക് മദ്യപാനിയാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്. അയാളെ മയക്കുമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. 1 രൂപ കോയിനുണ്ടോ ഫോൺ ചെയ്യാൻ? രൂപ അവനിങ്ങ് വരട്ടെ, ഞാനിന്ന് അവന് ശരിയാക്കുന്നുണ്ട്. വേറെ ലോകക്കാരിലുള്ള പെണ്ണൊന്നും ഈ പഠിക്കാത്ത കാര്യത്തില്ല. വല്ല അസൂയക്കാരുടെ പണിയായിരിക്കാൻ പറ്റി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്ന കാര്യങ്ങളിലൊന്നും നീ തലയിടരുത്. മുത്തശ്ശി, അവൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവൻ എന്തുകൊണ്ട് അത് രവിയോട് നേരിട്ട് വന്ന് പറഞ്ഞുകൂടാ? ഫോണിൽ മാത്രം പറയുന്നത് തന്നെ ഒരു കള്ള ലക്ഷണമാ. വിജി, അറിയാത്ത കാര്യത്തിൽ നീ കയറി അഭിപ്രായം പറയണ്ട. ആ കാമുകന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ മനസ്സുരുകയാ, പാവം. അപ്പൊ രവിയുടെ കാര്യത്തിലല്ല ഹരിയേട്ടന് വിഷമം? അല്ലെന്ന് ആര് പറഞ്ഞു? ഒരു നാണയത്തിന്റെ 2 വശവും നമ്മൾ നോക്കണമല്ലോ. ഒരു വശത്ത് കാമുകൻ, മറുവശത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവി. രവി ഒരു ചീത്തപ്പെണ്ണിനെ കെട്ടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ കോളനിയുടെ അന്തസ്സിന്റെ പ്രശ്നമാണിത്. വേണ്ട മുത്തശ്ശി, ഈ ബന്ധം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാനൊന്നുമില്ല, തെറ്റിയിട്ടില്ലല്ലോ. ഭാസ്കരനും വിശാലാക്കി എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഗൾഫിൽ പോയിരിക്കുന്നത്. അതെ, അവന്റെ കാലിന്റെ മുട്ടെന്ന് ഞാൻ തല്ലിയോടി. കറക്റ്റ്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ... ആരെടാ? അവളെ ലോഹിക്കാരനെ. ലോഹ്യക്കാരനും കുന്തമൊന്നുമല്ല. എനിക്ക് ഫോൺ ചെയ്തപ്പോ ആ തെണ്ടി പറഞ്ഞത് മുഴുവൻ ഇന്ദുവിന്റെ കുറ്റം. ഇന്ന് അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ മദ്യപാനിയാണ്, മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കള്ളറാസ്കൽ. നമ്മൾ വെറുതെ അവനെ കുറ്റം പറയുന്ന എന്തിനാ രവി? 1000 ആണുങ്ങൾക്ക് 1057 സ്ത്രീകളാണ് കേരളത്തിൽ. നമുക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലേ? നീ ചുമ്മാതിരിക്കാരി. ആ കള്ള ബെടുക്കൂസ് വെറും മണ്ടനാ. അവിടെ ഇവിടെയും വിളിച്ചു പറഞ്ഞത് 2 കാരണങ്ങളാ. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്കും എനിക്ക് മനസ്സിലായി. അവിടെ വിളിച്ചു പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിക്കൂടെ? പിന്നെ നാട്ടുകാർ മുഴുവൻ ഈ കല്യാണം മുടക്കാൻ സംഘടിച്ച് ഇറങ്ങിയിരിക്കല്ലേ. 2 ഒരുത്തം തന്നെയാ. ഞാൻ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു, തെറ്റിദ്ധാരണ നീക്കി. കല്യാണം പറഞ്ഞ തീയതിക്ക് തന്നെ നടക്കും. മോനെ രവി, ഒന്നുകൂടി. മുത്തശ്ശി മിണ്ടാതിരിക്കെ. മുത്തശ്ശി അല്ലല്ലോ കെട്ടുന്നത്, ഞാനല്ലേ. ഇതുകൊണ്ടുണ്ടാകാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം. പോരെ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ എടുക്കട്ടെ? ദാഹം പോയി. ഹരി, നാളെ നമുക്ക് ഇൻവിറ്റേഷൻ കാണുന്ന ഡ്രാഫ്റ്റ് ചെയ്യാം. അത് ബാങ്കിൽ ഭയങ്കര ഓവർ ഡ്രാഫ്റ്റും പ്രശ്നങ്ങളൊക്കെയാ. ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ നീ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ കേട്ടോ.
പാവൻ രവി, മൂപ്പരാകെ ടെൻഷനില്ല. അതിലും ടെൻഷനില്ല ഞാൻ. ഹരിയേട്ടൻ എന്തിനാ ടെൻഷൻ? ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞാൻ നിന്നോടെങ്ങനെ പറയും? എന്താ ഹരിയേട്ടാ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മരിക്കാൻ പോവുകയാണ് വിജയ്. ഞാൻ സത്യമായിട്ടും പറയാ, ഹരിയേട്ടൻ ആകെപ്പാട് എന്തൊക്കെയോ കുഴപ്പത്തില. അതെ, ഇതറിഞ്ഞത് മുതൽ ഞാൻ കുഴപ്പത്തില്ല. ഒരാഴ്ച മുമ്പ് പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനെ ഞാൻ കാണാനിടയായി. എന്നെ കണ്ടപ്പോ തന്നെ അങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ടൊരു പറച്ചില, മരണമെടുത്തു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ സഹധർമ്മിണി പാമ്പ് കടിയേറ്റ് മരിക്കും. നമ്മുടെ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന മുസ്തഫ തങ്ങളുടെ ഭാര്യ കത്തിക്കാനുള്ള വിറകിനോടൊപ്പം ഒരു സർപ്പത്തിന്റെ 7 കുഞ്ഞുങ്ങളെ അറിയാതെ ചുട്ടുകരിച്ചു കൊന്നു. അന്ന് ആ സർപ്പം പ്രതിജ്ഞയെടുത്തു, 5 വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കടിച്ചു കൊല്ലുമെന്ന്. ആ 5 വർഷം തികയാനിനി 7 ദിവസങ്ങളേ ഉള്ളൂ വിജി. അതെന്തിനാ സർപ്പം 5 വർഷം ടൈം കൊടുത്തത് കൊല്ലാൻ? അത് സർപ്പത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ വീട് വിറ്റ് വേറെ വീട്ടിലേക്ക് മാറും. ഹരിയേട്ടാ, ഇത് 20-ാം നൂറ്റാണ്ടാണ്. സർപ്പം, പ്രതിജ്ഞ, മണ്ണാങ്കട്ട, ഇതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. വിജി പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതുപോലത്തെ കെട്ടുകഥകൾ തട്ടിവിടുന്ന ജ്യോത്സ്യന്മാർക്ക് നല്ല അടി കൊടുക്കുക വേണ്ടത്. இது மூர்க்கம். அனலி, சேனத்தண்டம், வெள்ளிக்கட்டம், കരിമൂർക്കൻ, രാജവമ്പാല, ചേര, നീർക്കോലി എല്ലാമേ ഉള്ള ഇருக்கு സാർ. എന്താ പാമ്പ് വേണം? എനിക്കങ്ങനെ ഒരു പാമ്പിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. പക്ഷെ കണ്ടാൽ എന്റെ ഭാര്യ നടുങ്ങണം, ഞെട്ടി വിറക്കണം. ഈ വീട്ടിൽ ഇനി താമസിക്കാൻ വയ്യേ എന്നും പറഞ്ഞു ഓടണം. ஆமா, அப்படின்னா இந்த மூர்க்கன் தான் சார் நல்லது. இந்த பத்தி எல்லாமே விடர்த்தி பயங்கரமான உருவத்திலே காட்டுறேன். உங்க பொண்டாட்டி என்ன, இந்த மனித சமுதாயமே நடுங்குற ஒரு பாம்போட நான் வர்றேன். അത്ര ഭയങ്കരം വേണമെന്നില്ല. ഒരു നീർക്കോലിയെ കണ്ടാൽ തന്നെ വരണ്ട ഓടുന്നവളാ അവള്. അപ്പൊ എത്ര മണിക്ക് വരും? சூரியன் மறைஞ்சதும் நான் உங்க வீட்டு பின்னாடியா வந்து எங்கேயாவது ஒளிஞ்சு நிக்கிறேன். எப்படி? ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ஆமா, ഇത്രയും അഡ്വാൻസ്. ബാക്കി സംഗതി വിജയിച്ചതിന് ശേഷം പോട്ടെ. தைரியமா போங்க சார். நம்ம தமிழ் குலமே வாழ்க, கலைஞர் கருணாநிதி வாழ்க. கடவுளே காப்பா. பயப்படாதே, நான் தான். എന്തായി? எல்லாமே ரெடி சார். இந்த பாம்பு இழஞ்சழிஞ்சு முட்டத்தோட்டு வரும். அப்ப பொண்டாட்டிக்கு காட்டி கொடுங்க. அதுக்கப்புறம் நீங்க உள்ள போங்க. இந்த பாம்பு ஓடி ரோட்டிலே പോകും, நான் പിടിക്കും. எப்படி? കറക്റ്റ്. അപ്പൊ പാമ്പ് വിടട്ടുമാ? ഇപ്പോഴാണ് എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും പിടിച്ച് മുറ്റത്ത് കൊണ്ടൊന്ന് ഇരുത്തണ്ടേ? ஆமா ஆமா, ഒരു കാര്യം ചെയ്യാം. പാമ്പിനെ വിടേണ്ട സമയമാകുമ്പോ ഞാൻ ഉറക്കി ഒരു വിസിലടിക്കും. വിസിലടിച്ചതും പാമ്പിനെ വിട്ടേക്കണം. இந்த விசில? ஆமா. ஆமா, ரெடி சார், ரெடி. വിജി, വരുന്നു. ഈ കസേരയൊക്കെയായിട്ട് എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വാ, പറയാം. മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മനസ്സ് മുരടിച്ചു പോകും വിജി. ഞാൻ ഒത്തിരി നാളായി വിചാരിക്കുന്നതാ കാർ പോർച്ചിൽ കസേരയൊക്കെ ഇട്ടിരുന്ന് പല പല നർമ്മ സംഭാഷണങ്ങളും നമുക്ക് നടത്തണമെന്ന്. ഇന്നാണ് ഒരു അവസരം കൈവന്നത്. വരൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിരിക്കുക. ഐ ഡോണ്ട് കെയർ ചപ്പാത്തി. എനിക്കിത് ഭയങ്കര മൂഡ്. എ മോസ്റ്റ് റൊമാൻറ്റിക് ഈവനിങ്. എന്റെ മനസ്സിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജി. വരൂ വരൂ വരൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ ഹരിയേട്ടന് ഓരോ നേരത്തെ ഓരോ ഭ്രാന്ത. Yes, I am mad because I am in love. A man in love is ridiculous to watch. എന്നോട് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കും വിജി. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഈ കാണിക്കുന്നേ? ഞാൻ അറിയാതെ കുറച്ച് ഇമോഷണലായി പോയി. ഇമോഷണലായ ഞാൻ എപ്പോഴും ചൂളായിരിക്കും. നമ്മുടെ ഗാർഡനിലേക്ക് പൂച്ചട്ടികളിലേക്ക് വെറുതെ നോക്കിയിരുന്നോളൂ. എന്ത് ഭംഗിയാണത് കാണാനല്ലേ? എന്ത് പൂച്ചട്ടി? പല പൂച്ചട്ടികളും. പാമ്പ്! അയ്യോ, പാമ്പ്! ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി, പാമ്പ് കയറി. പാമ്പ്, പാമ്പ്, പാമ്പ് കയറിയേ! പാമ്പ്, 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 പാമ്പ്. എന്താ മോനെ? വിജയല്ലേ കിടന്ന് നിലവിളിക്കുന്നത്? എന്താ നോക്കാം, വാ. എന്താ വിജി, എന്തിനാ കരയുന്നത്? മുത്തശ്ശിയകത്ത് പാമ്പുണ്ട്, സൂക്ഷിച്ചു നിന്നോണം. അയ്യോ, പാമ്പോ? പാമ്പെന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര അർത്ഥം. നീ അതിനെ കൊന്നിട്ട് വന്നാ മതി. അയ്യോ മച്ചി, നീ എങ്ങോട്ടടി? ആ വിജയത്തുണ്ടോ നോക്ക്. പെമ്പിള്ളേരായാലും ഇങ്ങനെ പേടി പാടില്ല.
അയ്യോ എന്താ എന്താ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഡോക്ടർ പോയി നോക്കിക്കേ. ഒരു പിടിയില്ല അങ്ങനെ ഒരു കാര്യം. പാമ്പെവിടെ? അല്ല ഹരി എവിടെ? ഹരിയേട്ടൻ എവിടെ പോയെന്നറിയില്ല. പാമ്പ് ദാ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നാ പിന്നെ അവിടെ തന്നെ നിന്നു, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. എവിടെ പാമ്പ്? എവിടെ? എന്റെ പോക്കറ്റിൽ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ സദ്യ ഉണ്ണാൻ വരുമ്പോലെ വരാതെ ഒരു വടിയായിട്ട് വന്നൂടെ ഡോക്ടറെ? ആ വടിയും കൊണ്ടുവന്നേ. ഓട്ടി പോലെ കയറി വരും. ഓ പിന്നെ ഞാൻ അങ്ങോട്ട് പോ, പാമ്പ് ഇങ്ങോട്ട് വന്നാലോ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്ക്. പോ മനുഷ്യ, പോ. ആ കട്ടലിന്റെ കൊണ്ട് നോക്കണോ? അവിടെ ഉണ്ടാവും ചിലപ്പോ. വഴി മാറണോ? എങ്ങോട്ടേ പോകുന്നത്? മുകളിലേക്ക് ഒന്നും പാമ്പ് കയറി പോവില്ല ഇല്ലേ? അല്ലേ ഞാൻ പോണു. അയ്യോ എന്നെ പാമ്പ് കടിച്ചേ, എന്നെ പാമ്പ് കടിച്ചേ. പാമ്പിന്റെ വാക്കകത്തോട്ട് കാല് കയറ്റി വെച്ചു കൊടുത്താ പിന്നെ എങ്ങനെ അത് കടിക്കാതിരിക്കുന്നേ? നിങ്ങൾ എന്തോന്നായി പറയുന്നേ? പാമ്പിന്റെ വായി കാല് കയറ്റാൻ ഇവൻ എന്താ വട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് സംശയം. ഇത്രയും പേര് ഇതിനകത്ത് കയറിയിട്ട് ആ പാമ്പ് എവനെ മാത്രം തെരഞ്ഞുപിടിച്ച് കടിച്ചെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, സർപ്പശാപം. ആ എടോ ഹരികൃഷ്ണ, ഈ വീട് കെട്ടിയത് പട്ടണക്കാട്ട് മുസ്തഫ തങ്ങളാണ്. അയാളുടെ കയ്യിൽ നിന്ന് നീ ഈ വീട് വാങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം പാമ്പ് പോയിട്ട് ഒരു തേള് പോലും ഇക്കാലം വരെ ഈ കാമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ല. യവൻ എന്നാടി ഇത്രയും വലിയ അന്ധവിശ്വാസിയായി? എന്തായാലും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇത്രയും കാലം താമസിച്ചില്ലേ? നിനക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എവിടുന്നെങ്കിലും ഒരു കീരിയെ കൊണ്ടൊന്ന് പോറ്റിക്കും. ഏത് പാമ്പിനെയും കീരി നേരിട്ടോളൂ. എന്നിട്ട് വേണം കീരിയും കൂടി എന്നെ കടിക്കാൻ. നാളെ രവിയുടെ കല്യാണമാ. അടുത്ത വീട്ടിൽ പാമ്പ് കടിയേറ്റ ഒരു രോഗി ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം ശുഭാവുകയില്ല. അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം വിജി. അയ്യോ അത് പാടില്ല ഹരി. കുറച്ചു ദിവസത്തേക്ക് ശരീരം അണ്ണുവട ഇളക്കാൻ പാടില്ലെന്ന് വൈദ്യുതി പറഞ്ഞല്ലേ? പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബുദ്ധിയും വിവരമുള്ളവർ പറയുന്നതനുസരിച്ച് അനങ്ങാതെ കിടക്കുക, അത്രയും മതി. കഴിയുന്നവരെ ഒരു ടെൻഷനാ. മോനെ നന്നായി വരും. എല്ലാരും ഉണ്ടല്ലോ. അമ്മച്ചി വന്നില്ലേ? ഹരിയില്ലാത്തോണ്ട് മനസ്സിന് ആകെ ഒരു വിഷമം. മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അമ്മ ഇതുവരെ പോയില്ല, ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? എന്നാ രവി ഇറങ്ങിയല്ലേ, സമയായി. വരൂ വരൂ, ഇറങ്ങാം. ശരി ഇറങ്ങട്ടെ. ഇറങ്ങുന്നേ. நீங்க பாம்பு பின்னாடியா வீட்டுக்குள்ள ஓடியது எதுக்கு? എതുക്കെങ്കിലും ആകട്ടെ. ഇത് കണ്ടോ, മൂർഖന്റെ 3 പല്ല മുറിവായി ഇന്ന് വൈദ്യൻ എടുത്തത്. ദ്രോഹി. பாம்பு சாஸ்திரம் தெரியுமா சார் உங்களுக்கு? എനിക്കൊരു മണ്ണാങ്കട്ടയും തെരിയണ്ട. ஆமா ஆமா தெரிய வேண்டுங்க, தெரிய வேண்டாம். நான் போறேன். அந்த காசை கொடு. കാശോ? ஆமா பாம்பு நீங்க கொண்டுட்டுங்க. 2000 രൂപ கொடு. എങ്ങനെ എങ്ങനെ? പാമ്പിനോட വില സാർ 2000 രൂപ. ഇതേ എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. മിരട്ടാമ കാശ് കൊടുത്ത പാമ്പെ കൊത്ത് കളിക്കണേ. കാശ് കൊടു. ഹരി ഇവനേതാ? അതമ്മേ ഇവനെന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അയ്യോ ഇവനോ? ഒരു ഫാൻസി ഡ്രസ്സിന്റെ മത്സരത്തിന് പോകുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയതാ. നന്നായിട്ടില്ല അമ്മേ? என்ன சொல்ற என்ன சொல்ற? ഹരി അകത്ത് വന്ന് കിടക്ക്. അമ്മ ചെല്ലു, ഞാനിപ്പോ വരാം. ഞങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. வீட்டுக்குள்ள யாருமே இல்லாம போய் சொல்லியாச்சு இல்லையா? 2000 രൂപ ഉടനടിയാ കൊടുക്കല என்ன എല്ലാ രഹസ്യവും ചൊല്ലി കൊടുപ്പേ. അമ്മ താഴെ എന്റെ പൊന്നു പാമ്പാട്ടി, എന്നെ ചതിക്കരുത് ചതിക്കരുത് ചതിക്കരുത്. കൊടു കാശ കൊടു. കാശ് ഞാൻ ബാങ്കിൽ വന്നാ തരാം. வர்றேன். ஆனா ஏமாத்த பார்த்தேன். മാതാ.